സന്ദീപ് വാര്യർ 9 മിനിറ്റ്. ബഹുമാനപ്പെട്ട മാഡം ഡെപ്യൂട്ടി സ്പീക്കർ, ഈ 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെ ഞാൻ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ്. ഈ പുതുക്കിയ ബജറ്റിൽ സംസ്ഥാനത്തെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് നികുതി ഘടനയിൽ വർധനവ് വരുത്താതെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി നികുതി കളക്ഷൻ കാര്യക്ഷമമാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള തീരുമാനത്തെ പൂർണ്ണമായിട്ടും ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ നികുതി ചോർച്ച തടയാൻ വേണ്ടി സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകളെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നില വളരെ പ്രധാനപ്പെട്ടതാണ്. സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നില സംരക്ഷിക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിന് ഈ ബജറ്റിൽ നൽകിയിട്ടുള്ള പ്രാധാന്യം തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നതാണ്. സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഓപ്പറേഷൻ തൂഫാൻ നമ്മുടെ നാട്ടിലെ മയക്കുമരുന്ന് വ്യാപനത്തെ തടയാൻ വേണ്ടി വലിയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെമ്പാടും ആഭ്യന്തര വകുപ്പ്, ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നേതൃത്വത്തിൽ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി പ്രകാരം നിരവധിയായിട്ടുള്ള മയക്കുമരുന്ന് വേട്ടകൾ നടക്കുന്നു, ലഹരി മരുന്ന് വേട്ടകൾ നടക്കുന്നു. ഓരോ പ്രദേശത്തും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പൊതുജനങ്ങൾ വലിയ തോതിൽ ഈ ഓപ്പറേഷൻ തൂഫാനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രിയോട് ഒരു അഭ്യർത്ഥനയുള്ളത്, ഈ മയക്കുമരുന്ന് ശൃംഖലയുടെ തലപ്പത്തിരിക്കുന്നവർ മിക്കവരും തൊട്ടടുത്ത അയൽ സംസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് ഈ മയക്കുമരുന്ന് ശൃംഖലയെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഴുവൻ ആഭ്യന്തരമന്ത്രിമാരെയും യോജിപ്പിച്ചുകൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ ദക്ഷിണേന്ത്യയിൽ മുഴുവൻ വ്യാപിപ്പിക്കാനുള്ള ഒരു പരിശ്രമവും ഒരു ജോയിന്റ് ടാസ്ക് ഫോഴ്സും രൂപീകരിക്കാൻ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി നേതൃത്വം നൽകണമെന്ന് ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രമല്ല, ഒഡീഷയെ കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. കാരണം ഒഡീഷയുടെയും തെലങ്കാനയുടെയും ഒക്കെ അതിർത്തിയിൽ നിന്നാണ് വലിയ തോതിൽ മയക്കുമരുന്ന് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് ഈ മയക്കുമരുന്നിൻ്റെ വ്യാപനം തടയാൻ കേരളത്തിന് പുറത്തുള്ള മഹാനഗരങ്ങളായിട്ടുള്ള ബംഗളൂരുവും ചെന്നൈയും മാത്രമല്ല, ഒഡീഷയുടെ ഗ്രാമപ്രദേശങ്ങളിലും ആന്ധ്രയുടെയും തെലങ്കാനയിലെയും ഗ്രാമപ്രദേശങ്ങളിലും കൂടി നമ്മുടെ പ്രവർത്തനം എത്തേണ്ടതുണ്ട്. അതിനൊരു ജോയിന്റ് ടാസ്ക് ഫോഴ്സ് ഈ സംസ്ഥാനങ്ങളിലെ ആഭ്യന്തരമന്ത്രിമാരുമായി സംസാരിച്ച് രൂപീകരിക്കണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. മാഡം ഡെപ്യൂട്ടി സ്പീക്കർ, കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട് അവിടെ പോലീസ് പരിശോധനയ്ക്കിടെ അവിചാരിതമായിട്ടുണ്ടായൊരു അപകടത്തിൽ അവിടുത്തെ 2 പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയുണ്ടായി, വാഹനമിടിച്ച് പരിക്കേൽക്കുകയുണ്ടായി. അവിടെ പിലിക്കോട് ഉള്ള ശ്രീ KM സൂരജ്, അതുപോലെ കുന്നുകൈ സ്വദേശി ശ്രീ അലോഷി മാത്യു, ഈ 2 പോലീസുകാരുടെയും കാലുകൾ ആംബ്യൂട്ട് ചെയ്ത് മുറിച്ച് നീക്കേണ്ടി വന്ന അവസ്ഥയിലാണ്. അതിൽ ഈ 2 പേരും വളരെ സ്മാർട്ടായിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള, ചെറുപ്പക്കാരായിട്ടുള്ള 2 പോലീസുകാരാണ്. അവരുടെ ചികിത്സാ ചെലവുകൾ പൂർണ്ണമായിട്ടും സംസ്ഥാന സർക്കാർ നിർവഹിക്കണം എന്ന് ഞാൻ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഇവർക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള സഹായധനം അത് പര്യാപ്തമല്ല, അത് വർദ്ധിപ്പിച്ച് 25 ലക്ഷം രൂപയെങ്കിലും സഹായധനം അവർക്ക് നൽകണം എന്നുകൂടി ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയോട് അഭ്യർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ജീപ്പ് ഇടിച്ച് രാജു എന്ന് പറയുന്ന ഒരു തെങ്ങുകയറ്റ തൊഴിലാളിയുടെ മരണം സംഭവിച്ചിരുന്നു. ആ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ, അതിൻ്റെ അന്വേഷണം കാര്യക്ഷമമായി നടത്തണം എന്ന് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം ആ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട രാജുവിൻ്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ധനാഭ്യർത്ഥന സംബന്ധിച്ച് മറ്റ് വകുപ്പുകളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സാംസ്കാരിക വകുപ്പിന് നമ്മുടെ സർക്കാർ നൽകുന്ന പ്രാധാന്യം തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. മാഡം ഡെപ്യൂട്ടി സ്പീക്കർ, സാംസ്കാരിക വകുപ്പിലെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു. അന്തരിച്ച നിരവധി കലാകാരന്മാരുടെ പേരിൽ, പ്രത്യേകിച്ച് അന്തരിച്ച സലീം കുമാർ, വിഖ്യാത നടൻ സലീം കുമാറിന് സ്മാരകം നിർമ്മിക്കുന്നു. അതോടൊപ്പം തൃശ്ശൂരിൽ
മറ്റൊരു സാംസ്കാരിക സ്മാരകങ്ങളൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം അഭിനന്ദനാർഹമാണ്. സാംസ്കാരിക ദേശീയതയുടെ വക്താക്കളായിട്ടുള്ള ആളുകൾ ഈ സഭയിലുമുണ്ട് സർ. ആ സാംസ്കാരിക ദേശീയത വക്താക്കളായിട്ടുള്ള BJP-ക്കാർ ഇപ്പോൾ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? ഭഗവാൻ ശ്രീരാമന്റെ പേര് പറഞ്ഞുകൊണ്ട് നിർമ്മിച്ച ശ്രീരാമക്ഷേത്രത്തിൽ ഭക്തർ നിക്ഷേപിച്ച നാണയത്തുട്ടുകൾ വരെ അടിച്ചു മാറ്റുന്ന നിലയിലേക്ക് ഈ രാജ്യത്ത് BJP പോയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നു. അയോധ്യയിലെ ക്ഷേത്രത്തിലേക്ക് കോടാനുകോടി രൂപ സംഭാവന ചെയ്ത് ആ പണമൊന്നും ഇപ്പൊ കാണാനില്ല. അതെല്ലാം BJP-യുടെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും നേതാക്കന്മാർ അവിടുന്ന് മോഷ്ടിച്ചെടുത്തു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഞാൻ നേരത്തെയും ഈ സഭയിൽ പറഞ്ഞിട്ടതാണ്, വിശ്വാസം എന്നുള്ളത് BJP-ക്ക് കേവലമായിട്ടുള്ള പൊളിറ്റിക്കൽ ടൂൾ മാത്രമാണ്. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ ഇടതുപക്ഷവും അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ നിന്ന് പണം മോഷ്ടിച്ച BJP-യും തമ്മിൽ എന്ത് മാറ്റമാണുള്ളത് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വാസ്തവത്തിൽ പത്മരാജന്റെ പഴയൊരു സിനിമയുണ്ട് മാഡം, സീസൺ എന്നാണ് ആ സിനിമയുടെ പേര്. ആ സിനിമയിൽ ഒടൂർ ഉണ്ണികൃഷ്ണൻ ഒരു മോഷ്ടാവാണ്. ജയിലിനകത്ത് വെച്ച് മോഹൻലാലിന്റെ കഥാപാത്രം, മോഷ്ടാവായിട്ടുള്ള ഒടൂർ ഉണ്ണികൃഷ്ണന്റെ കഥാപാത്രം തിരുമേനിയോട് ചോദിക്കുന്നുണ്ട് എന്ത് കുറ്റത്തിനാണ് ജയിൽ വന്നത്. അപ്പൊ പറയുന്നുണ്ട് വിഗ്രഹമോഷണത്തിനാണ്. പക്ഷേ ഈ മോഷ്ടാവായിട്ടുള്ള ഒടൂർ ഉണ്ണികൃഷ്ണന്റെ തിരുമേനി എന്ന കഥാപാത്രം മയക്കുമരുന്ന് കച്ചവടക്കാരെ നിശിതമായി വിമർശിക്കുമ്പോൾ മോഹൻലാലിന്റെ കഥാപാത്രം ചോദിക്കുന്നുണ്ട് മയക്കുമരുന്ന് കച്ചവടം പോലെ തന്നെ മോശമല്ലേ വിഗ്രഹമോഷണവും? അപ്പൊ തിരുമേനി പറയാണ് ഭഗവാന്റെ വിഗ്രഹമല്ലേ, അത് മോഷ്ടിച്ചു എന്നൊക്കെ പറയാൻ പാടുണ്ടോ, അതൊരു കുറ്റമാണോ എന്ന് ചോദിക്കുക. അതുപോലെയാ BJP-ക്കാർ ചോദിക്കുന്നത്, ഭഗവാന്റെ പണല്ലേ ഞങ്ങൾ മോഷ്ടിച്ച അതൊരു തെറ്റാണോ എന്നാണ് ഇപ്പൊ അയോധ്യയുടെ കാര്യത്തിൽ BJP-ക്കാർ ചോദിക്കുന്നത്. ഇതിന് മറുപടി പറയാൻ ദേശീയ പാർട്ടിയുടെ 3 അംഗങ്ങളും ഇവിടെ ഇല്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. വാസ്തവത്തിൽ അവരെ തെരഞ്ഞെടുത്തയച്ച ആളുകളോട് അവർ ചെയ്യുന്ന അനീതിയാണ്. അവർ കോർഡിനേറ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും ഒരാൾ പോലും ഇപ്പോൾ സഭയിൽ ഇല്ലാത്തത്. മാഡം, അതുപോലെ തന്നെയാണ് പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിലുണ്ട്. അതിനെല്ലാം സ്വാഗതം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും വിമർശനം നേരിട്ട വകുപ്പായിരുന്നു ആരോഗ്യ വകുപ്പ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം റിസൾട്ട് വരുന്നതിന് തൊട്ട് മുൻപായിട്ട് എൻ്റെ നിയോജക മണ്ഡലമായിട്ടുള്ള തൃക്കരിപ്പൂരിലെ വെസ്റ്റ് ഏരിയയിൽ ഒരു പെൺകുട്ടി, എളേരിത്തട്ട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ 4 വയസ്സുള്ള ഒരു കുട്ടി പാമ്പ് കടിയേറ്റു. തൊട്ടടുത്ത വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാമ്പ് കടിയേറ്റു. ഈ 4 വയസ്സുള്ള പെൺകുട്ടിയെയും എടുത്തുകൊണ്ട് ആ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ തൊട്ടടുത്തുള്ള പല ആശുപത്രികളിലും പോയി. എല്ലാ ആശുപത്രികളിലും ആന്റിവെനമുണ്ട്. പക്ഷേ ആന്റിവെനം കൊടുക്കണമെങ്കിൽ അവിടെ ഒരു ഫിസീഷ്യൻ വേണം. ആ ഫിസീഷ്യൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർ ആന്റിവെനം കൊടുക്കാൻ തയ്യാറാവൂ. കാരണം ഏതെങ്കിലും തരത്തിൽ റിയാക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ അതുമായി ബന്ധപ്പെട്ട ഡോക്ടർ വേണം. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ ഡോക്ടറുടെ സേവനം ലഭ്യമല്ലാത്തതുകൊണ്ട് ഈ 4 വയസ്സുള്ള കുട്ടിക്ക് വിഷത്തിനുള്ള ചികിത്സ മരുന്ന് ലഭ്യമായിട്ട് പോലും അത് കുത്തിവെക്കാൻ കഴിഞ്ഞില്ല. തങ്ങളുടെ കൈകളിൽ കിടന്നിട്ട് ആ കുഞ്ഞ് മരിക്കേണ്ടി കാണേണ്ടി വന്നിട്ടുള്ള ഹതഭാഗ്യരായിട്ടുള്ള ആ രക്ഷിതാക്കളെ ഞാൻ കണ്ടു. വലിയ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ്. നമ്മുടെ കാസർഗോഡ് ജില്ല ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികളുടെ കാര്യത്തിലൊക്കെ വലിയ പിന്നോക്കം നിൽക്കുകയാണ്. അവിടെ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്ത വല്ലാത്ത പ്രയാസവും പ്രശ്നങ്ങളുമുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ അഭ്യർത്ഥിക്കുന്നത്, കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുമെന്ന് പറയുന്ന എയിംസ്, അതിന് സ്ഥലം ആവശ്യമുണ്ടെന്ന് അവർ പറയുന്നു. കാസർഗോഡ് ജില്ലയിൽ ആവശ്യത്തിന് സ്ഥലമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ നിയോജകമണ്ഡലമായിട്ടുള്ള തൃക്കരിപ്പൂരിൽ ഒരു എയിംസ് സ്ഥാപിക്കാൻ ആവശ്യത്തിന് സ്ഥലം അവിടെ ലഭ്യമാണ്, സർക്കാരിന് ലഭ്യമാണ്. ഈ എൻഡോസൾഫാൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ഒട്ടേറെ ആളുകൾ ഉള്ള ജില്ല എന്നുള്ള നിലയ്ക്കും, ആരോഗ്യ മേഖലയിൽ വലിയ പ്രയാസമുള്ള ജില്ല എന്നുള്ള നിലയ്ക്കും തൃക്കരിപ്പൂരിലെ സ്ഥലങ്ങളെ ഈ എയിംസുമായി ബന്ധപ്പെട്ട പ്രപ്പോസലിൽ പരിഗണിക്കണമെന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1-2 കാര്യം കൂടി പറയാനുണ്ട്. ഇവിടെ സഹകരണ വകുപ്പ് നടപ്പാക്കുന്ന ആശ്വാസ് പദ്ധതി, അതിന് ഞാൻ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രിയെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒട്ടേറെ
ഈ വായ്പ എടുത്ത് NPA ആയതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്ന ഒട്ടേറെ പേർക്ക് വലിയ ആശ്വാസമായിട്ട് ഇത് മാറുകയാണ്. അതിലുപരിയായിട്ട് ഞങ്ങൾ നിയമസഭാംഗങ്ങൾക്കും വലിയ ആശ്വാസമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. കാരണം അവരെല്ലാവരും പ്രശ്നത്തിന് വഴി ഈ വായ്പ അടയ്ക്കാൻ പറ്റാതെ പ്രയാസപ്പെട്ട ആളുകൾ മുന്നോട്ട് വരുമ്പോൾ ഈ പുതിയ പദ്ധതി MLA മാർക്കും വലിയ തോതിൽ ആശ്വാസമാണ് എന്ന് പറയാതെ വയ്യ. ഒപ്പം വ്യവസായ മന്ത്രി ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അഭിനന്ദിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ നിയോജകമണ്ഡലമായ തൃക്കരിപ്പൂരിൽ മാഡം 10 വർഷമായിട്ട് അതിന് മുൻപ് തറക്കല്ലിട്ട 100 ഏക്കർ ഭൂമി അക്വയർ ചെയ്ത് തറക്കല്ലിട്ട അവിടുത്തെ വ്യവസായ പാർക്ക് അവിടെ യാഥാർത്ഥ്യമായിരുന്നില്ല. അവിടെ ഞാൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ലോജിസ്റ്റിക്കൽ കം ഹൈടെക് വെർട്ടിക്കൽ ഇൻഡസ്ട്രിയൽ പാർക്കിന് അനുമതി നൽകാൻ വേണ്ടി തീരുമാനിച്ച സംസ്ഥാന സർക്കാരിനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒറ്റ കാര്യം, അവിടെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, ടോക്കൺ എമൗണ്ട് അല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. ലോജിസ്റ്റിക്കൽ പാർക്ക് എന്താണ്, അതുപോലെ വെർട്ടിക്കൽ ഇൻഡസ്ട്രിയൽ പാർക്ക് എന്താണെന്ന് അറിയാത്തവരാണ് ചോദിക്കുന്നത്. ലോജിസ്റ്റിക്കൽ പാർക്ക് വരുന്ന സമയത്ത് അവിടെ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ വരുമെന്നും ആ ഇൻവെസ്റ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഇൻഡസ്ട്രിയൽ പാർക്ക് നടപ്പാക്കാൻ കഴിയുമെന്ന് അറിയാതെ, PPP മോഡൽ എന്താണെന്ന് അറിയാതെയുള്ള ആളുകൾ അത്തരം ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. 100 രൂപയുടെ ടോക്കണ് കളിയാക്കുന്ന ആളുകൾ അവരുടെ ബജറ്റ് എടുത്ത് പരിശോധിച്ചാൽ, അവരുടെ സർക്കാരിന്റെ ബജറ്റ് എടുത്ത് പരിശോധിച്ചാൽ മുഴുവനും കാണുന്ന അത്തരം പദ്ധതികളായിരിക്കുമെന്ന് മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ബജറ്റിനെയും ഈ ബജറ്റുമായി ബന്ധപ്പെട്ട ധനാഭ്യർത്ഥനകളെയും പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.